ഒരു ശരാശരി മലയാളിയുടെ ഇന്നത്തെ സാലറി ഗൾഫിലൊക്കെ 70,000 റുപ്പീസ് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞ ഒരു ആവറേജ് ആണ്. ഇതിൽ 10,000 മുതൽ ഒരു പക്ഷേ 10 lakhs വരെ സാലറി കിട്ടുന്ന പല ആളുകളും കാണും. എന്നാലും കൂടിയ പങ്കും ഒരു 50,000 മുതൽ 1 lakhിൻ്റെ ഇടയ്ക്ക് സാലറി വാങ്ങുന്നവരാണ്. അതിനിടയിലാണ് നമ്മൾ ഈ 70,000 എന്ന വാല്യൂ എടുത്തിരിക്കുന്നത്. ജോലി കിട്ടിയാൽ ആദ്യം തന്നെ ചെയ്യുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. മലയാളികൾക്ക് ഇത് വീക്ക്നെസ് ആണ്. ഇത് ചെയ്തേ പറ്റൂ. വീടുണ്ടെങ്കിൽ നമ്മൾ മറ്റൊരു വീട് വെക്കാൻ ശ്രമിക്കും. ഇനി വീടില്ലെങ്കിൽ വീട് വെക്കും. എന്തായാലും നമ്മൾ അത് ചെയ്തിരിക്കും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. അങ്ങനെ വീട് വെക്കാൻ നമ്മുടെ കയ്യിൽ ഗോൾസ് വേണം. അത് എല്ലാവർക്കും ഒരു ഗോൾസ് ഉണ്ടാവും. അപ്പോൾ ഈ ഗോൾസ് നമ്മുടെ മുമ്പിൽ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് 45 വയസ്സായിട്ട് കുട്ടിക്ക് 18 വയസ്സാകുമ്പോഴല്ല. നമ്മൾക്ക് 30 വയസ്സുള്ളപ്പോൾ അറിയാം നമ്മുടെ കുട്ടി 15 വർഷം കഴിയുമ്പോൾ കുട്ടിക്ക് സ്കൂൾ എഡ്യൂക്കേഷൻ കഴിയും. അത് കഴിഞ്ഞ ശേഷം കോളേജിലേക്ക് പോകണം. കോളേജ് കഴിഞ്ഞാൽ പിന്നെ കല്യാണം ഉണ്ട് എന്നൊക്കെ നമുക്ക് അറിയാമല്ലോ. 30 വയസ്സിൽ നമുക്ക് അറിയാം. അല്ലാതെ 45 വയസ്സെത്തുമ്പോൾ നമ്മളങ്ങനെ ആലോചിച്ചിട്ട് കാര്യമില്ല. ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഒരു 1 lakh റുപ്പീസ് സാലറി ഉള്ള ഒരാളായിരുന്നെങ്കിൽ ഒരു 15 വർഷം സേവ് ചെയ്യുന്നത് മാത്രമല്ല ജീവിതം ലൈഫ് എൻജോയ് ചെയ്യാനുള്ളതാണ്. പക്ഷേ നമ്മൾ ഇപ്പോഴത്തെ ലൈഫ് എൻജോയ് ചെയ്യുന്നതോടൊപ്പം നാളെ ഒരു ജീവിതം നമുക്ക് ബാക്കിയുണ്ട്. നാളെ നമ്മൾ മുമ്പോട്ട് ജീവിച്ചിരുന്നാൽ നാളത്തെ കാര്യം എങ്ങനെയാണെന്ന് കൂടി നമ്മൾ ആലോചിക്കണം. അല്ലെങ്കിൽ നമ്മുടെ കൂടെ നമ്മളെ വിശ്വസിച്ച് ജീവിക്കുന്ന കുറേ ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ കാര്യം എങ്ങനെയാണെന്ന് കൂടി നമ്മൾ ആലോചിക്കണം. ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന ഉദ്ദേശിച്ച കാര്യം ഇത് മാത്രമാണ്. സോഷ്യൽ സ്റ്റാറ്റസ് എന്നൊരു കാര്യം നമുക്കുണ്ടായിരുന്നു. ഇന്ന് പക്ഷേ അത് സോഷ്യൽ മീഡിയ സ്റ്റാറ്റസായി മാറിയിരിക്കുകയാണ്. അപ്പോൾ മറ്റുള്ളവരെ കാണിക്കണം എന്നുള്ള ചിന്തയ്ക്ക് പുറത്ത് ജീവിക്കുന്നതിന് പകരം നമുക്കുമായി ജീവിക്കുക. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ കൃത്യമായി ഗോൾ പ്ലാൻ ചെയ്ത് അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പഠിക്കുക. ഇതൊരു ബേട്ടൊക്കെ വന്ന് വലിയ രീതിയിൽ ശാരീരിക ബുദ്ധിമുട്ട് പോലും ഉണ്ടാകുന്ന കാഴ്ച നമ്മൾ എപ്പോഴും കാണുന്നത്. കാരണം അവർക്ക് ടെൻഷനാണ്. നാളെ ജോലി പോയാൽ എന്ത് ചെയ്യുന്ന അറിയില്ല. വീടിൻ്റെ ലോൺ അടയ്ക്കണം, കാറിന് ലോൺ അടയ്ക്കണം, സ്റ്റാറ്റസ് കീപ്പ് ചെയ്യണം എന്നുള്ള ചിന്തയുടെ പുറത്ത് പല ആളുകളും ടെൻഷൻ അടിച്ചാണ് ശരിക്കും പറഞ്ഞാൽ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഒരു ജോലി കിട്ടിയാൽ അല്ലെങ്കിൽ ഒരു പ്രവാസി ആയാലും ഒക്കെ തന്നെ നമുക്കറിയാം നമുക്കൊരു 2-3 ഗോൾ എല്ലാവർക്കും കോമൺ ഗോൾസ് കാണും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വീട് തന്നെയായിരിക്കും. അത് മലയാളിയെ സംബന്ധിച്ച് വീട് എന്നുള്ളത് അതൊരു വലിയ നമുക്ക് മാനസികമായിട്ട് വലിയ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം. അപ്പോൾ വീട് പലർക്കും വെക്കേണ്ടി വരും. 2 മക്കളുടെ എഡ്യൂക്കേഷൻ, അതുപോലെ കുട്ടികളുടെ വിദ്യാഭ്യാസം, അതുപോലെ മറ്റ് പല കാര്യങ്ങളും കാണും. ചിലപ്പോൾ കാർ എടുക്കണമെന്നുണ്ടാവും, അല്ലെങ്കിൽ വേൾഡ് ടൂർ, അങ്ങനെ പല ആളുകൾക്കും പല ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.